കിലോമീറ്റർ യാത്രയിൽ ആദ്യ പകുതി ദൂരം 15 km/h വേഗതയിലും അടുത്ത 200 കിലോമീറ്റർ യാത്ര 20 km/hലും ബാക്കിയുള്ളത് 5 km/hലുമാണ് പൂർത്തിയാക്കുന്നത്. അങ്ങനെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര എന്നാണ്? ആവറേജ് സ്പീഡിൻ്റെ ഷോർട്ട് കട്ട് ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ പ്രശ്നം എന്തെന്നാൽ തുല്യ ദൂരമാണ് ആ വ്യക്തി സഞ്ചരിച്ചത് എങ്കിൽ മാത്രമേ ഈ ഷോർട്ട് കട്ടുകളൊക്കെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുക തന്നെ വേണം ഡയറക്റ്റ് മെത്തേഡിൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഡിസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആ ദൂരങ്ങൾ ഏത് വേഗതയിൽ ആ വ്യക്തി സഞ്ചരിച്ചതെന്നും പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് നോക്കിയേക്കാം. പറയൂ. ആദ്യ പകുതി ദൂരം മൊത്തം 600 കിലോമീറ്റർ. ആദ്യ പകുതി എന്ന് പറയുമ്പോൾ 300 കിലോമീറ്റർ അല്ലേ? അതെത്ര സ്പീഡിൽ പോയി? 15 km/h വേഗതയിലാണ് അയാൾ പോയിരിക്കുന്നത്. ശരി. പിന്നെ അടുത്ത 200 കിലോമീറ്റർ 20 km/h വേഗതയിൽ പോയെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ബാക്കിയുള്ള ദൂരം ഇപ്പം എത്ര ആയി? 300, 200, 500 ആയി. ടോട്ടൽ എത്ര? 600. അപ്പം ഇനി എത്ര കൂടെ പോയി? ബാക്കി 100 കിലോമീറ്റർ ദൂരം. ഇതാണ് അയാൾ എത്ര വേഗതയിൽ പോയിരിക്കുന്നത്? 5 km/h വേഗതയിൽ പോയിരിക്കുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ആ ചോദ്യത്തിലുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഡിസ്റ്റൻസ് ഉണ്ട്, സ്പീഡുണ്ട്. എൻ്റെ കുട്ടികൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം. എന്നോടൊന്ന് പറഞ്ഞേ. 300 കിലോമീറ്റർ ദൂരം 15 സ്പീഡിലാണ് പോയത്. ആ യാത്രയ്ക്ക് എത്ര സമയം എടുത്തു എന്ന് കാണാൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ മതി. 300/15 20 മണിക്കൂറാണ് അയാൾ ആ യാത്രയ്ക്ക് എടുത്തത്. അടുത്ത സെൻറ്റൻസിൽ അല്ലെങ്കിൽ അടുത്ത കേസ് ഇതാണ്. 200 കിലോമീറ്റർ ദൂരം 20 സ്പീഡിലാണ് പോയത്. ആ യാത്രയ്ക്ക് എത്ര സമയം എടുത്തു എന്നറിയാം. 200/20 10 മണിക്കൂർ എടുത്തു എന്ന് കിട്ടും അല്ലേ? പിന്നെ പറയുന്നത് അവസാനത്തെ 100 കിലോമീറ്റർ 5 സ്പീഡിലാണ് പോയത്. അപ്പോൾ എത്ര സമയം ആ യാത്രയ്ക്ക് എടുത്തു എന്ന് ചോദിച്ചാൽ 100/5 20 മണിക്കൂറാണ് ആ യാത്രയ്ക്ക് എടുത്തത്. ഇത്രയും ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഇനി എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കേണ്ടത് ആ വ്യക്തി സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ്, അതിനെത്ര സമയം എടുത്തു എന്ന് നോക്കൂ. എന്താ ആകെ എത്ര ദൂരമാണ് സഞ്ചരിച്ചത്? അത് ചോദ്യത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നുണ്ട്. 600 കിലോമീറ്ററാണ് അയാൾക്ക് ട്രാവൽ ചെയ്യാനുള്ളത്. ശരി. അതിന് എത്ര സമയം എടുത്തു? 20ഉം 10ഉം 20 എന്ന് പറഞ്ഞാൽ 50 മണിക്കൂർ അയാൾ എടുത്തത്. ഇത്രയും ക്ലിയർ ആണോ? എന്താ കണ്ടുപിടിക്കണ്ടേ? ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് സ്പീഡ് കാണാൻ ആകെ സഞ്ചരിച്ച ദൂരത്തിനെ ആകെ യാത്രയ്ക്കെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ആകെ സഞ്ചരിച്ച ദൂരം 600 കിലോമീറ്ററാണ്. ആകെ യാത്രയ്ക്കെടുത്ത സമയം 50 മണിക്കൂറാണ്. അങ്ങനെങ്കിൽ ആവറേജ് സ്പീഡ്, ഈ യാത്രയുടെ ആവറേജ് സ്പീഡ് എത്രയെന്ന് വെച്ചാൽ 600/50 00 വെട്ടിപ്പോവും. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ അയാളുടെ ശരാശരി വേഗത 12 km/h ആണെന്ന് കിട്ടും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി. താങ്ക് യു.